ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2025 ഡിസംബർ 17. വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. VC നിയമന തർക്കം പരിഹരിച്ചു, സുപ്രീം കോടതിയെ അറിയിക്കും. സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിലുണ്ടായിരുന്ന ദീർഘകാല തർക്കം പരിഹരിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്ന് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിൽ പുതിയ VCമാരെ നിയമിച്ചു. ഡോക്ടർ സിസ തോമസ്, ഡോക്ടർ സജി ഗോപിനാഥ് എന്നിവരാണ് നിയമിതരായത്. ഈ തീരുമാനം നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം, മലപ്പുറത്തെ പായിമ്പാടം, എറണാകുളത്തെ ഓണക്കൂർ എന്നീ 3 തദ്ദേശ വാർഡുകളിലേക്കുള്ള പ്രത്യേക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ 101-ൽ 50 സീറ്റുകൾ ഉള്ള വിഴിഞ്ഞം വാർഡിലെ ഫലം BJPക്ക് ഭരണ തുടർച്ചയ്ക്ക് നിർണായകമാണ്. വോട്ടെടുപ്പ് ജനുവരി 13-ന് നടക്കും. കൊച്ചിയിൽ തുടർച്ചയാകുന്ന പൈപ്പ് പൊട്ടൽ, ഏകോപിത നടപടിക്ക് ഉത്തരവ്. മെട്രോ നിർമ്മാണ മേഖലകളിൽ പൈപ്പ് പൊട്ടുന്നത് പതിവായതോടെ വിവിധ ഏജൻസികൾ ഏകോപിതമായി പ്രവർത്തിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. കുടിവെള്ള വിതരണം തടസ്സപ്പെട്ട ഇടങ്ങളിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കൂടുതൽ വാട്ടർ ടാങ്കറുകൾ വിന്യസിച്ചിട്ടുണ്ട്. മസാല ബോണ്ട് കേസ്, കിഫ്ബിക്ക് ആശ്വാസം. മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ED അയച്ച നോട്ടീസിന് കേരള ഹൈക്കോടതി 3 മാസത്തെ സ്റ്റേ അനുവദിച്ചു. ED നടപടിക്കെതിരെ കിഫ്ബി നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. പുതിയ തൊഴിലുറപ്പ് പദ്ധതി, പ്രതിവർഷം 1600 കോടി രൂപ ചെലവ് വരും. കേന്ദ്രം നടപ്പിലാക്കുന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പ്രതിവർഷം ഏകദേശം 1600 കോടി രൂപ ചെലവ് വരുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പുതിയ മാറ്റങ്ങൾ പദ്ധതിയുടെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന ആശങ്കയും സർക്കാർ പങ്കുവച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ്, മുന്നണി വിപുലീകരണത്തിന് UDF. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്ന് UDF അറിയിച്ചു. സഖ്യം ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസ് അപ്പീൽ വൈകില്ലെന്ന് മുഖ്യമന്ത്രി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ പുതിയ കോടതി വിധിയിൽ കാലതാമസമില്ലാതെ അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിജീവിതയ്ക്ക് ഉറപ്പു നൽകി. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ കേസിലുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിൽ കടുവ ഭീതി, വിദ്യാലയങ്ങൾക്ക് അവധി. വയനാട്ടിലെ പനമരം, കണിയാമ്പറ്റ മേഖലകളിൽ ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് കനത്ത ജാഗ്രത തുടരുന്നു. കടുവയെ മയക്കുവെടി വെക്കാൻ വനം വകുപ്പ് ഉത്തരവിട്ടു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പനമരം മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുകയാണ്. മധ്യ തെക്കൻ കേരളത്തിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. മധ്യ തെക്കൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്കും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തീരദേശ മേഖലകളിൽ പ്രത്യേക മുന്നറിയിപ്പുകൾ ഒന്നുമില്ല. കൊച്ചിയിൽ കാലാവസ്ഥാ സാഹിത്യോത്സവം. കുഫോസ് സർവകലാശാലയുടെ ആഭിമുഖ്യത്തിലുള്ള 2 ദിവസത്തെ ബ്ലൂ ആൻഡ് ഗ്രീൻ ക്ലൈമറ്റ് ലിറ്റ് ഫെസ്റ്റ് ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. പരിസ്ഥിതി പ്രവർത്തകൻ റോമുലസ് വിറ്റേക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. യമുന എക്സ്പ്രസ് വേയിൽ വൻ അപകടം, 13 മരണം. കനത്ത മൂടൽമഞ്ഞ് മൂലം ഉത്തർപ്രദേശിലെ മധുരയ്ക്ക് സമീപം യമുന എക്സ്പ്രസ് വേയിൽ 11 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് വൻ തീപിടുത്തം ഉണ്ടായി. 13 പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം. 3 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിൽ എത്തും. ജോർദാൻ, എത്യോപ്യ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഒമാനിൽ എത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് സന്ദർശന ലക്ഷ്യം. രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിൽ. ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി.
ഇന്ന് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 90.87 കുറഞ്ഞു. വിദേശ നിക്ഷേപം വൻതോതിൽ പിൻവലിക്കപ്പെടുന്നതും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവുമാണ് ഇടിവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പര. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിലെ 4ാമത്തെ മത്സരം ഇന്ന് ലക്നൌവിൽ നടക്കും. നിലവിൽ പരമ്പരയിൽ 2-1 ഇന്ത്യ മുന്നിലാണ്. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. വാർത്ത തുടരും. സൈനിങ് ഓഫ്.